ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് സാംസങ് ഏറ്റവും പുതുതായി പുറത്തിറക്കിയ എം സീരീസിലെ ഫോണായ സാംസങ് ഗാലക്സി M51 എന്ന ഫോണിൻ്റെ വിശേഷങ്ങളെക്കുറിച്ചാണ്. 7000 mAh ബാറ്ററി കപ്പാസിറ്റിയുമായി സാംസങ് പുറത്തിറക്കിയ ഈ ഒരു ഫോണ് മാർക്കറ്റുകളിൽ ഒരു വൻ കുതിച്ചുചാട്ടം തന്നെ നടത്തുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻ അതുപോലെ ഫീച്ചേഴ്സുകൾ എന്തൊക്കെയാണ് എന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കുന്നത്. അപ്പോൾ അതിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ഈ ചാനൽ കാണുന്ന ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഒപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഈ ഒരു ഫോണിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ബാറ്ററി തന്നെയാണ്. 7000 mAh ബാറ്ററിയുമായിട്ടാണ് ഈ ഒരു ഫോൺ വിപണിയിൽ ഇറക്കിയിരിക്കുന്നത്. ഇതിൻ്റെ ഒപ്പം തന്നെ 25 വാട്ട്സിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജറും ടൈപ്പ് C to C കേബിളും ഇതോടൊപ്പം നൽകിയിട്ടുണ്ട്. ടൈപ്പ് C to C കേബിൾ ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഫോൺ നമുക്ക് റിവേഴ്സ് ചാർജറായിട്ട് കൂടി ഉപയോഗിക്കാമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ടൈപ്പ് C to C കേബിൾ സപ്പോർട്ട് ചെയ്യുന്ന ഫോണുകൾ ഈ ഒരു ഫോൺ ഉപയോഗിച്ചിട്ട് നമുക്ക് ചാർജ് ചെയ്യാനായിട്ട് സാധിക്കും. 7000 mAh ഒരു വലിയ ബാറ്ററി ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഫോണിൻ്റെ വെയിറ്റ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വെയിറ്റ് വരുന്നുണ്ട്. 213 ഗ്രാമാണ് ഈ ഒരു ഫോണിൻ്റെ വെയിറ്റ്. ഇതിൻ്റെ ഡിസ്പ്ലേയിലേക്ക് വന്നാൽ 6.7 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഡോൾബിയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മികച്ച സൗണ്ട് ക്വാളിറ്റിയും ഈ ഒരു ഫോണിൽ നിന്ന് പ്രതീക്ഷിക്കാം. പെർഫോമൻസിലേക്ക് വന്നാൽ സ്നാപ്ഡ്രാഗൻ്റെ 730G എന്ന മികച്ച പ്രോസസ്സറാണ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗെയിമൊക്കെ കളിക്കുന്ന ആൾക്കാർക്ക് നല്ലൊരു ഗെയിമിംഗ് പെർഫോമൻസും ഈ ഒരു ഫോണിൽ നിന്നും പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ ക്യാമറയിലേക്ക് വന്നാൽ 64 മെഗാപിക്സലിൻ്റെ സോണി സെൻസറായിട്ടാണ് ഇതിൻ്റെ മെയിൻ ക്യാമറ വരുന്നത്. ഒപ്പം തന്നെ 12 മെഗാപിക്സലിൻ്റെ അൾട്രാ വൈഡ് ക്യാമറയും 5 മെഗാപിക്സലിൻ്റെ ഒരു ഡെപ്ത് സെൻസർ ക്യാമറയും 5 മെഗാപിക്സലിൻ്റെ തന്നെ മാക്രോ സെൻസർ ക്യാമറയും ഇതോടൊപ്പം നൽകിയിട്ടുണ്ട്. ഫ്രണ്ട് ക്യാമറയിലേക്ക് വന്നാൽ 32 മെഗാപിക്സലിൻ്റെ സോണി സെൻസറോട് കൂടിയിട്ടുള്ള ഒരു ക്യാമറ പഞ്ച് ഹോളായിട്ട് ഡിസ്പ്ലേയിൽ പഞ്ച് ഹോളായിട്ടും നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മികച്ച ക്യാമറ പെർഫോമൻസും ഈ ഒരു ഫോൺ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പം ഓവറോൾ ഈ ഒരു ഫോണിൽ ഞാൻ ഇംപ്രസ്ഡ് ആണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക.